ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് ഫ്രം കാലിക്കറ്റ്. ഇത് കാലിക്കറ്റിലെ ഞങ്ങൾ തേർഡ് ഡേ ആണ്. അന്ന് വൈകിട്ട് ഞങ്ങൾ റിട്ടേൺ ആയിരുന്നു. അപ്പോൾ രാവിലെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് മതി. ദോശ ഇഡ്ഡലിയും ഒക്കെ കഴിക്കാൻ കൊതിയായി. ഈ 2 ദിവസം നോൺ വെജ് തന്നെ ഫുള്ളായിട്ടും കഴിച്ചിട്ട് ദോശ ഇഡ്ഡലിയും കഴിക്കാൻ കൊതിയായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി. പ്രശാന്തേട്ടൻ മൈസൂർ മസാല ദോശയാണ് മേടിച്ചത്. ഞാൻ ഗീ പൊടി ഇഡ്ഡലി. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചപ്പോൾ വയറിന് ചെറിയൊരു ആശ്വാസം. പക്ഷേ വെജിറ്റേറിയൻ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിലുള്ള ട്രിവാൻഡ്രത്തെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസം ഭയങ്കര ഒന്നും പറയാനില്ല. നോർമൽ ടേസ്റ്റ്. അവിടെ മെയിനായിട്ട് നോൺ വെജാണ് അടിപൊളിയായിട്ട് ടേസ്റ്റ് വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. കാരണം പ്രദ്വനേരെ പുതിയ ഡിസൈനിലുള്ള ഒരു സൽവാറിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തണമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി. കാരണം മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് റെഡിയായിട്ട് 2 ഫോട്ടോ എങ്കിലും കിട്ടണമെന്നുണ്ടായിരുന്നു. പിന്നെ ലിഫ്റ്റിൽ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് ഗുജറാത്തി സ്ട്രീറ്റാണ് കാലിക്കറ്റിൽ. കാരണം നല്ല സ്പോട്ടാണെന്ന് ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ തോന്നി. പക്ഷേ മഴ ആയതുകൊണ്ട് ഓട്ടോയിൽ ചെന്ന് അവിടെ ഒരു റൗണ്ട് അടിച്ചപ്പോൾ നടക്കത്തില്ല എന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ബീച്ച് വ്യൂ ഉള്ള കുറേ കഫേസ് ഉണ്ട്. അതും ഞാൻ നോക്കി വെച്ചിരുന്ന ഒരു കഫേ പോയപ്പോൾ അവർ ഓപ്പൺ ചെയ്യുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് പറഞ്ഞത് തലേ ദിവസത്തെ മഴയിൽ അവരുടെ ഇലക്ട്രിക്കൽസിലെല്ലാം ഫുൾ വെള്ളം വീണാകെ കുഴപ്പമായിട്ട് കിടക്കുവാണ്, ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അയ്യോ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച് നോക്കിയിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് കടലാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ബീച്ച് വ്യൂ കഫേ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. വെറുതെ ഫോട്ടോ എടുക്കാനായിട്ട് കയറിയതാണെങ്കിലും അവിടെ ചെന്നപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ചെന്നതെന്ന് തന്നെ മറന്നുപോയി. നമ്മൾ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം നിന്നു. അടിപൊളി ആംബിയൻസ് ആണ്, പറയാതെ വയ്യ. പിന്നെ ഓപ്പൺ ചെയ്ത ടൈം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങളവിടെ എന്തായാലും കയറാണല്ലോ, വെറുതെ ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റത്തില്ലോ. അങ്ങനെ കബാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ എനിക്കൊരു കോഫിയും പ്രശാന്തൻ്റെ ഒരു ബ്ലാക്ക് കോഫിയും പറഞ്ഞു. അതും അടിപൊളിയാണത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ എന്തായാലും നോൺ വെജ് എവിടെ ചെന്ന് പറഞ്ഞാലും നോൺ വെജ് അവിടുത്തെ എല്ലാ ഹോട്ടൽസിലും കഫേസിലെയും ഫുഡ് അടിപൊളി തന്നെയാണ്. ഞങ്ങൾ ഈ 3 ദിവസം നിന്നിട്ടും ഒന്നും എക്സ്പ്ലോർ ചെയ്തില്ല എന്ന് തന്നെ പറയും. ഇനി ഒരുപാടുണ്ട് ട്രൈ ചെയ്യാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും കാലിക്കറ്റിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് തീരാൻ പോകുന്നില്ല. എൻ്റെ അനിയൻ തന്ന ലിസ്റ്റിലൊന്നും മിക്ക സ്ഥലവും ഞാൻ ട്രൈ ചെയ്ത് പോലും ഇല്ല, സമയം കിട്ടിയില്ല. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുണ്ട്. പിന്നെ പാക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് റൂമിൽ പോയി പാക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് റൂമിൽ പോയി പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് വീണ്ടും മിഠായി തെരുവിലെല്ലാം പോകാനുള്ളത്. ഞാൻ അലുവയൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ റൂമിൽ ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫുൾ പാക്കിങ്ങും എല്ലാം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബാഗ് അവിടെ തന്നെ വെച്ചിട്ട് വീണ്ടും മിഠായി തെരുവിൽ പോയി. ചേട്ടൻ്റെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരു ബാഗ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വാച്ച് മേടിക്കണമായിരുന്നു, പിന്നെ അൽവ മേടിക്കണമായിരുന്നു. അങ്ങനെ അതിനായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോയി. കുറേ നേരം നടന്നു. അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള സമയം. ലഞ്ച് കഴിക്കാനല്ല, 4 മണിക്ക് ഞങ്ങൾക്ക് 4:30 ട്രെയിനായിരുന്നു വന്ദേ ഭാരത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ റഹ്മത്ത് എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി. അതും എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് കയറണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും കയറി ഒരു ബിരിയാണി പറഞ്ഞു. പിന്നെ എനിക്കൊരു ഫലൂഡയും. ബിരിയാണി ചേട്ടനാണ് കഴിച്ചത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരഗണിൻ്റെ അത്രയും പറയാനില്ല, എങ്കിലും നമ്മളെ നാടിനേക്കാളും ബിരിയാണി എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് കഴിക്കുമായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് അൽവ മേടിച്ച് വെച്ചതെല്ലാം അവിടെ തന്നെ മിഠായി തെരുവിൽ തന്നെ ആയിരുന്നു. അവിടെ ചെന്ന് അതും എടുത്ത് ഹോട്ടലിൽ നിന്ന് ബാഗും എടുത്ത് ഞങ്ങൾക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വരണം. 4-4:15 വന്ദേ ഭാരത്. ആ സമയം നമ്മൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ ദില്ലൂട്ടനും ജാനിക്കുട്ടി വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എത്താറായോ, എപ്പോൾ എത്തും, ഞങ്ങൾ ഉറങ്ങത്തില്ല, നോക്കിയിരിക്കും, ഗിഫ്റ്റ് എല്ലാം കിട്ടണം, കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഉറങ്ങിക്കോ, രാവിലെ തരാം, രാവിലെ സ്കൂളിൽ പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതൊന്നും കേൾക്കണില്ലായിരുന്നു. ഇല്ല, അച്ഛനും അമ്മയും വരാതെ ഞങ്ങൾ ഉറങ്ങത്തില്ല, കിടന്നു പോയാൽ ഉറങ്ങിപ്പോകും, അതുകൊണ്ട് ഞങ്ങൾ കിടക്കാതെ നോക്കിയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ വന്ദേ ഭാരത് ഓൺ ടൈം തന്നെ വന്നു. യാത്ര അതിലായതുകൊണ്ട് നല്ല സുഖമായിട്ടുള്ള യാത്രയായിരുന്നു. കൊല്ലം വരെ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലം വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കൊല്ലം ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ നിന്ന് ഒരു ബസ് അപ്പം തന്നെ കിട്ടി ഇങ്ങ് വന്നു. അപ്പോഴേക്കും ദിലൂട്ടനും ജാനിയും ഞങ്ങളെ കാണാനായിട്ട് ഓടി വന്നു. പിന്നെ വീട്ടിലൊരു ബഹളമായിരുന്നു. എൻ്റെ